ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ലൈവിൽ സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം, സായി ശാരീരികമായി വളരെ പ്രയാസത്തിലാണ്. 2-3 ദിവസമായിട്ട് അദ്ദേഹം മുടന്തി നടക്കുകയാണ്. നടുവിന് വേദന, ഒരു കാലനക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ബിഗ് ബോസിനോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ട് ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് അദ്ദേഹത്തെ വിളിച്ചു. കൺഫെഷൻ റൂമിൽ ചെന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് അങ്ങേയറ്റത്തെ പെയിനാണ്, ഒരു തരത്തിലും സഹിക്കാൻ വയ്യ. എന്നെ അറിയുന്നവർക്കറിയാം, പ്രത്യേകിച്ച് എൻ്റെ അമ്മ, എൻ്റെ ഭാര്യ, അവർക്കൊക്കെ അറിയാം. ഞാൻ ഹോസ്പിറ്റൽ ഡോക്ടറെ കാണാൻ തീരുമാനിക്കുകയാണെങ്കിൽ പോലും അത് വേദനയുടെ പീക്ക് ലെവലിൽ എത്തുമ്പോൾ മാത്രമേ ഉള്ളൂ. കാരണം അത്രത്തോളം സർവൈവ് ചെയ്യുവാൻ ഞാൻ തയ്യാറാണ്. എന്നാൽ ഇപ്പോഴത്തെ എൻ്റെ സാഹചര്യം അങ്ങേയറ്റം എത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ഡോക്ടറെ ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ ദിവസങ്ങൾ മെഡിക്കൽ റൂമിൽ പോവുകയും മെഡിസിൻ കഴിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും യാതൊരു തരത്തിലുള്ള മാറ്റവും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വിദഗ്ധമായൊരു പരിശോധന ഉണ്ടാകണം. എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായി ചെക്കപ്പിലൂടെ അത് മനസ്സിലാക്കിയേ പറ്റുള്ളൂ. അങ്ങനെ മനസ്സിലാകുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് അതിനനുസരിച്ച് നിൽക്കാൻ കഴിയും. ഇല്ല, പുറത്തു പോകണമെങ്കിൽ എനിക്ക് പോകുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് ഒന്ന് നേരെ കിടക്കാൻ പോലും പറ്റുന്നില്ല. കമിഴ്ന്നു മാത്രമാണ് കിടക്കുന്നത്. ഉറങ്ങാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. ശാരീരികമായി അത്രത്തോളം പ്രശ്നത്തിലാണ്. മൈൻഡ് ഗെയിമുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഫിസിക്കലായിട്ടുള്ള ടാസ്കുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എനിക്ക് ഒരു തരത്തിലും സഹകരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അതുകൊണ്ട് എന്തെങ്കിലും എമർജൻസി ആയിട്ട് ചെയ്തേ മതിയാവുകയുള്ളൂ. അപ്പോൾ ബിഗ് ബോസ് പറയുന്നു, നിങ്ങളുടെ ശാരീരിക ബുദ്ധിമുട്ടും കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഡോക്ടറുമായിട്ട് ഈ വിഷയം ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. വിദഗ്ധ പരിശോധന, വിദഗ്ധമായ ചെക്കപ്പ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭ്യമാകും എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തെ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. പുറത്തു വന്നതിന് ശേഷം സായി ശരണ്യയോട് സംസാരിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. പുറത്തിറങ്ങി വന്നതിന് ശേഷം പവർ റൂമിൽ ശരണ്യയുമായിട്ട് അദ്ദേഹം സംസാരിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, ഡോക്ടറെ കാണണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പുറത്തേക്ക് പോകണം. അങ്ങനെ ഡോക്ടറെ കണ്ട് ചെക്കപ്പ് നടത്തുമ്പോൾ മാത്രമേ പിടികിട്ടുകയുള്ളൂ എന്താണ് ശരിക്കുമുള്ള പ്രശ്നം. അപ്പോൾ എനിക്ക് റെസ്റ്റ് ആവശ്യമാണ്. 1 മാസം റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ ഞാനിവിടെ നിന്നിട്ട് കാര്യമില്ല. അങ്ങനെ ഒരുപക്ഷെ ഞാൻ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ എന്നോടുള്ള ആ സിമ്പതി വെച്ചിട്ട് ആൾക്കാർ എന്നെ ചിലപ്പോൾ പവർ റൂമിനകത്ത് കയറ്റി പ്രൊട്ടക്ട് ചെയ്ത് നിർത്തും. അങ്ങനെ ഒരു ഗെയിം കളിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. എന്താണ് എൻ്റെ അവസ്ഥയെന്ന്, പുറത്തെന്താണ് എന്നെക്കുറിച്ചുള്ള ഇമേജ് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. എന്നെ സ്നേഹിക്കുന്ന വലിയൊരു കൂട്ടം ആൾക്കാർ പുറത്തുള്ളത് കൊണ്ട് തന്നെ എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നല്ല ഒന്നാന്തരമായിട്ട് അവരെനിക്ക് വേണ്ടി പുറത്ത് കളിക്കുന്നുണ്ട്. എനിക്ക് വേണ്ടി എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ ഏതറ്റം വരെയും പോകുവാൻ റെഡിയാണെന്നുള്ള കാര്യവും എനിക്കറിയാം. പക്ഷേ അതൊക്കെ കണ്ടുകൊണ്ട് ഞാൻ പിന്നെയും ഇവിടെ പിടിച്ചു നിൽക്കാൻ തയ്യാറാകുകയാണെന്നുണ്ടെങ്കിൽ അത് മോശമായിട്ടുള്ളൊരു ഗെയിമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കളിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തു പോവുക എന്നുള്ളതാണ്. അപ്പോൾ സായിയുടെ കാര്യത്തിലും എന്താണ്, അനിശ്ചിതാവസ്ഥയിലേക്ക് എത്തുകയാണ്. അദ്ദേഹം ഡോക്ടറെ കാണാൻ വേണ്ടി പോകുമ്പോൾ തുടർന്ന് എന്തായിരിക്കും ഡോക്ടർ അദ്ദേഹത്തോട് സംസാരിക്കുന്നത്, സ്കാനിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ മാത്രമേ കൃത്യമായിട്ട് സായിക്ക് ഇനി അവിടെ തുടരാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള വിഷയത്തെക്കുറിച്ച് വ്യക്തമാവുകയുള്ളൂ. എന്തായാലും പല ആൾക്കാർ ഇപ്പോൾ ഇഞ്ചുറിയോടുള്ള വിഷയത്തിൽ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞു. അതിൻ്റെ പുറകിൽ വീണ്ടും അടുത്ത ആൾ പുറത്തു പോകാൻ പോവുകയാണോ, എന്താണ്? കുറച്ചുകൂടി കാത്തിരിക്കാൻ നമുക്ക് കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയുവാൻ വേണ്ടി. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം.